ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമുക്ക് ഡിവിഷണൽ അക്കൗണ്ടിൻ്റെ ഒരു മാത്സിലൊരു പ്രോബ്ലം നോക്കാം. എല്ലാവരും തന്നെ വർക്കൗട്ട് ചെയ്ത് നോക്കുക. അപ്പോൾ ഇതിനകത്ത് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എ ഷോപ്പ് കീപ്പർ അലോസ് എ ഡിസ്കൗണ്ട് ഓഫ് 10% ഓൺ ദ മാർക്കറ്റ് പ്രൈസ് ഓഫ് 600 ആൻഡ് സ്റ്റിൽ ഗെയിൻസ് 20% ആൻഡ് ഫൈൻഡ് ദ കോസ്റ്റ് പ്രൈസ്. അപ്പോൾ ഇതിനകത്ത് പറഞ്ഞിട്ടുള്ളത് 600 രൂപയുള്ള ഒരു പ്രൊഡക്റ്റിന് 10% ഡിസ്കൗണ്ട് കൊടുത്തു. പക്ഷെ എന്നിട്ടും ഷോപ്പ് കീപ്പറിന് 20% ലാഭമുണ്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ആ പ്രൊഡക്റ്റിൻ്റെ കോസ്റ്റ് പ്രൈസ് എത്രയാണെന്നാണ് കണ്ടെത്താൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്കിത് രണ്ട് കാൽക്കുലേഷൻ വരുന്ന ഒരു പ്രോബ്ലമാണ്. അപ്പോൾ 1 by 1 സോർട്ട് ചെയ്യാം. ഫസ്റ്റ് നമുക്ക് ഇതിൻ്റെ സെല്ലിംഗ് പ്രൈസ് 600 രൂപയാണ്. ഇതിനകത്ത് ഫസ്റ്റ് ഇയാൾ ചെയ്യുന്നത് 10% ഡിസ്കൗണ്ട് കൊടുക്കുന്നു. അപ്പോൾ ഇതിൻ്റെ ഡിസ്കൗണ്ട് പ്രൈസ് എത്രയാണെന്ന് നോക്കുകയാണെങ്കിൽ 600 മൈനസ് 10%, 10% ഡിസ്കൗണ്ട്, അതാകുമ്പോൾ 60 രൂപ. അപ്പോൾ 600 60 കുറച്ചിട്ടുണ്ടെങ്കിൽ 540. ഇതാണ് സെല്ലിംഗ് പ്രൈസ്, ഡിസ്കൗണ്ടിൽ സെല്ല് ചെയ്ത പ്രൈസ്. പക്ഷേ ഈ 540 വിറ്റപ്പോഴും പുള്ളിക്ക് 20% ലാഭമാണ്. അപ്പോൾ ഇത് വീണ്ടും റീകാൽക്കുലേഷൻ ചെയ്യണം. അപ്പോൾ ഈ 540 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 120% ആണ്. എന്നുവെച്ചാൽ 20% ലാഭവും കൂടി ഉൾപ്പെടെയാണ് ഈ 540 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 120% ആണ്. അപ്പോൾ ഇതിൻ്റെ 100% കണ്ടെത്തണം. അപ്പോൾ അതിന് ചെയ്യേണ്ടത് 540 ഡിവൈഡഡ് ബൈ 120 ഇൻറ്റു 100. അപ്പോൾ ഇത് ചെയ്യാൻ നേരത്ത് നമുക്ക് അതിൻ്റെ കോസ്റ്റ് കിട്ടും, ആക്ച്വൽ കോസ്റ്റ് കിട്ടും. അപ്പോൾ ഇത് വർക്കൗട്ട് ചെയ്യാൻ നേരത്ത് ചെയ്യുക. അപ്പോൾ ഇതിനകത്ത് 5ൻ്റെ ടൈംസ് 5 തവണ, ഇത് 6 തവണ, 54 6 9 തവണ 0. അപ്പോൾ 90 ഇൻറ്റു 5, 90 ഇൻറ്റു 5 ആണ് കോസ്റ്റ് പ്രൈസ്. അപ്പോൾ 450. അപ്പോൾ ഇതിൻ്റെ കോസ്റ്റ് 450 ആണ് ആൻസർ കിട്ടുന്നത്. അപ്പോൾ ഓപ്ഷൻ ബി ആണ് ആൻസർ.